നിലവിൽ കണ്ണൂരിൽ നിന്ന് റദ്ദാക്കിയത് കണ്ണൂർ ദോഹ വിമാനം, കണ്ണൂർ 7:15 പോകേണ്ട കണ്ണൂർ ദോഹ വിമാനം, 7:25 പോകേണ്ട കണ്ണൂർ ഫുജൈറ വിമാനം, 9:30 പോകേണ്ട കണ്ണൂർ ഷാർജ വിമാനം. ഇത്തരം 4 സർവീസുകൾ കണ്ണൂരിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ തന്നെ ഇൻഡിഗോ സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന വിമാനത്താവളത്തിൽ നിന്ന് നിഷ ദിലീപ് കൂടി ചേരുന്നുണ്ട്. നിഷ, പെട്ടെന്ന് സംഭവിച്ച ഒരു വല്ലാത്തൊരവസ്ഥ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഏറിയ പങ്കും ദുരിതത്തിലായിരിക്കുന്നത് യാത്രക്കാർ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ കൊച്ചി വിമാനത്താവളത്തിൻ്റെ സാഹചര്യം എന്താണ് നിഷ? ശ്യാം, നെടുമ്പാശ്ശേരിയിൽ നിന്ന് 14 ഫ്ലൈറ്റുകളാണ് ഇതുവരെ റദ്ദാക്കിയിട്ടുള്ളത്. ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഈ യാത്രയ്ക്ക് പുറപ്പെട്ട് പകുതി വഴിയിലൊക്കെ എത്തുമ്പോഴാണ് ആളുകൾ ഈ സർവീസ് റദ്ദാക്കിയ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പുറത്തേക്കൊക്കെ പോകാനായിട്ട് ഉള്ള ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും 14 വിമാന സർവീസുകൾ ഇതുവരെ ഇവിടെ നിന്നും ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആളുകൾ കൂട്ടത്തോടെ എത്തുമ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് തടയാനായി സിയാൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഏത് എയർലൈൻസിലാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തത് അവരുമായി ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് വരാൻ കഴിയൂ എന്നാണ്. ഇപ്പോൾ ഇവിടെ നിരവധി യാത്രക്കാരുണ്ട്. നിങ്ങൾ എങ്ങോട്ടേക്ക് പോകാൻ എന്ത് എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, ബന്ധപ്പെട്ടില്ല. ഞങ്ങളിവിടെ ക്യാൻസലേഷൻ ഒന്നും കാണിച്ചില്ല, അതുകൊണ്ട് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോൾ ഇങ്ങനെ എന്തോ നടക്കണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ ക്യാൻസലേഷൻ കാര്യങ്ങളൊന്നും കേട്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇനി പോയി നോക്കണം, ഇനി എന്താണ് അവസ്ഥ എന്ന് അറിയണം. അങ്ങനെ ചാലക്കുടി കാനഡയ്ക്ക് പോകാൻ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ എയർപോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഉച്ച മുതൽ തന്നെ നിരവധി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയാതെ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ നിരവധി ആളുകൾ പോകാനായും ഒപ്പം തന്നെ ആളുകളെ റിസീവ് ചെയ്യാനായി കുടുംബാംഗങ്ങൾ അങ്ങനെ വരുന്ന ആളുകളൊക്കെയുണ്ട്. എന്തായാലും പുലർച്ചെ 2:20 പുറപ്പെട്ട ഒമാൻ വിമാനം തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഒപ്പം തന്നെ ഈ 6:20 എയർ ഇന്ത്യ ദോഹ വിമാനം, ഒപ്പം 6:40 എയർ ഇന്ത്യ ദോഹ എക്സ്പ്രസ് വിമാനം, ഒപ്പം തന്നെ 7:55 എയർ ഇന്ത്യയുടെ അബുദാബി വിമാനം, 9:30 എയർ ഇന്ത്യയുടെ ബഹ്റൈൻ വിമാനം, ഒപ്പം തന്നെ 9:50 റാസൽ ഖൈമ ഇൻഡിഗോയുടെ റാസൽ ഖൈമ ഫ്ലൈറ്റ്, ഇൻഡിഗോയുടെ തന്നെ 10:50 പുറപ്പെടേണ്ട അബുദാബി ഫ്ലൈറ്റ്, ഒപ്പം തന്നെ സ്പൈസ് ജെറ്റിൻ്റെ ഷാർജ വിമാനം 11:30 പുറപ്പെടേണ്ടതാണ്. ഒപ്പം ഇൻഡിഗോയുടെ മസ്കറ്റിലേക്കുള്ള വിമാനം, ഇതൊക്കെ രാത്രി 11:30 പുറപ്പെടേണ്ടതാണ്. ഇതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആളുകളൊക്കെ പറയുന്നതനുസരിച്ച് ഈ GCC രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളാണ് കൂടുതലും ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. എയർ ഇന്ത്യ മുഴുവൻ സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട്. ഈ ആളുകൾ പറയുന്നതനുസരിച്ച് ഇവരെല്ലാവരും തന്നെ പോകാൻ സാധിക്കുമോ, വിസയുടെയൊക്കെ കാലാവധിയൊക്കെ കഴിഞ്ഞ ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ പോകാൻ കഴിയുമോ എന്ന് ഇവിടെ വരെ നോക്കാൻ വന്ന ആളുകളുണ്ട്. എന്തായാലും ശ്യാമ പറഞ്ഞതുപോലെ തന്നെ പലരും വഴിയിൽ വെച്ചൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. എന്തായാലും ആളുകളെല്ലാവരും തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന യാത്രക്കാരെല്ലാവരും തന്നെ ആശങ്കയിലാണ്. പിന്നീടും ഇവരിവിടെ തന്നെ തുടരുന്നുണ്ട്. എന്താണ് ഇതിനൊരു തീരുമാനം എന്ന് അറിഞ്ഞിട്ട് മടങ്ങിപ്പോകണം എന്ന തീരുമാനത്തിൽ നിൽക്കുന്ന നിരവധി ആളുകളും ഇവിടെ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലുണ്ട്. ശ്യാം, അത് തന്നെയാണ് നിഷ, വല്ലാത്തൊരു സാഹചര്യം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഈ ഒരു അവസ്ഥ.